എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു 30 സെക്കൻഡിൽ താഴെ മാത്രമാണ് ഈ വിമാനം എയറിൽ നിന്ന്, നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. ഒപ്പം തന്നെ ആ രമേശ് വിശ്വാസ് അത് പറയുകയും ചെയ്യുന്നുണ്ട്, 30 സെക്കൻഡിൽ താഴെ മാത്രമാണ് എയറിൽ നിന്നതെന്ന്. പല ശ്രമങ്ങൾ അതിനിടയിൽ പൈലറ്റ് നടത്തി കാണും. അപ്പോൾ താങ്കളുടെ ഒരു അനുഭവത്തിൽ മറ്റെവിടെയെങ്കിലും സമാനമായ ദുരന്തങ്ങൾ നടന്നിട്ടുണ്ടോ, അപകടം നടന്നിട്ടുണ്ടോ? എന്തായിരിക്കും ആ കോക്പിറ്റിനകത്ത് അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ എയർക്രാഫ്റ്റ് അലൈൻ ചെയ്യുന്നറിയാം. ആദ്യം ഇങ്ങനെ ഈ ടാക്സി വേലെല്ലാം പോയി അലൈൻ ചെയ്ത് ഫുൾ പ്രഷർ ത്രസ്റ്റ് ഫുള്ള് ആക്സിലേറ്റർ എന്നറിയല്ലോ, ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ഇത്. അപ്പൊ ബ്രേക്ക്, ഷോർട്ട് റൺവേ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഇത് നല്ല ലോങ് റൺവേ ആണ്. ബ്രേക്ക് ചെയ്തിട്ട് മൂവ്മെന്റ് ആയി ഒരു 145-150 നോട്ട്സിൽ എത്തുമ്പോഴാണ് ഇത് പുള്ളി ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഒരു തകരാറും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ നായർ സാർ പറഞ്ഞ മാതിരി ഈ എല്ലാ ചെക്കപ്പും ചെയ്ത്, ഇത് ലോങ് ഫ്ലൈറ്റും ആണ്. ഇത് 10 hours ഫ്ലൈറ്റ്, 85 ടൺസ് ഫ്യൂൽ ഉണ്ടാവും. ഫുള്ളി ലോഡഡ് പ്ലെയിൻ ആയിരുന്നു ഇത്. അത് പിന്നെ ഇതിന്റെ അപ്പുറം പൈലറ്റിന് എല്ലാം ചെക്ക് ചെയ്ത്, എല്ലാം സൈൻ ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഒരു തെറ്റായ ഫ്ലാപ്പ് പൊസിഷനായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതാണ് അപകടത്തിന് കാരണമെന്നൊരു ഊഹം പലയിടങ്ങളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ വിമാനം ഇങ്ങനെ പൊങ്ങി ഒരു പക്ഷേ നിവർന്ന് നിൽക്കുന്നതിനിടയിൽ തന്നെ അതേ രീതിയിൽ, ആ പൊങ്ങുന്ന രീതിയിൽ തന്നെ താഴേക്ക് പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫ്ലാപ്പ് പൊസിഷനിൽ എന്തെങ്കിലും തകരാറായിരിക്കും അപകട കാരണം എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഇത് ഒരു 500 ഫീറ്റിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ പൊതുവെ ഈ അണ്ടർ കാരേജ് എന്ന് പറയും, വീൽ റിട്രാക്ട് ചെയ്യുന്നത്. ആ 500 ഫീറ്റിൽ എത്തുമ്പോൾ ഇവര് ചെയ്യാതിരുന്നത് എന്തെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എഞ്ചിൻ എന്തെങ്കിലും ട്രബിൾ പറ്റി കാണും. എന്തെങ്കിലോ ഫ്ലെയിമാണെന്നാണ് പറയുന്നത്, ലെഫ്റ്റ് എഞ്ചിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ സെക്കൻഡ് എഞ്ചിനിൽ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. അത് പിന്നെ ഈ ഫുള്ളി ലോഡഡ് ആകുമ്പോൾ ക്ലൈം ചെയ്യാൻ വലിയ വിഷമമാണ്. ഇത് ഹെവി വൈഡ് ബോഡി എന്ന് പറയും ഈ എയർക്രാഫ്റ്റ്. ഈ 737, 787 ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള ഏറ്റവും നല്ല എയർക്രാഫ്റ്റ് ആണ്. ഇതുവരെ ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. 787 10 കൊല്ലം പഴയതാണെങ്കിലും ഏറ്റവും നല്ല സ്റ്റെബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ് ആണ് ഇത്. അതൊക്കെ നോക്കിയിട്ടേ ഇത് ഇത്രയും ലോങ് ഫ്ലൈറ്റിലൊക്കെ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഈ ഷോർട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഡൽഹി, ബോംബെ ഒക്കെ ആണെങ്കിൽ പല ഇതില്ലതും ഇടാം. ഈ ലണ്ടൻ, USA, ഓസ്ട്രേലിയ, ഇതൊക്കെ ഏറ്റവും നല്ല വെൽ മെയിൻറ്റൈൻഡ് എയർക്രാഫ്റ്റ് ഇടാറുള്ളൂ പൊതുവെ. ഇത് 2 എഞ്ചിൻ ഫെയിൽ ആയതാണ് ഇത് സംഭവിക്കാൻ. പിന്നെ അതിനുള്ളൊന്നും ടൈമില്ല. പിന്നെ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്റ്റോളായി പോകും. വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. ലാൻഡിംഗ് ഗിയർ ഉയർത്താനുള്ള ശ്രമവും പൈലറ്റ് നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ലാൻഡിംഗ് ഗിയർ ഉയർത്താതിരുന്നത്? ഒരുപക്ഷെ 2 എഞ്ചിനും ആ സമയത്തേക്ക് പൂർണ്ണമായും പ്രവർത്തിക്കാതായിരുന്നോ? അതായിരിക്കുമോ കാരണം? ഒന്ന് അതന്നെ, 2 എഞ്ചിനും ഷട്ട് ഡൗൺ ആയി കാണും. അല്ലെങ്കിൽ ഇപ്പൊ കുറെ മുകളിലാണെങ്കിൽ കുറച്ചൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിൻ ഡൗൺ ആണെങ്കിലും ഓൾമോസ്റ്റ് യു ക്യാൻ ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലാപ്സും സ്റ്റാറ്റ്സ് ഒക്കെ അപ്പ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ പുള്ള് ചെയ്യാൻ പറ്റും. എന്നാൽ നിയർ ബൈ പെഴി ഫീൽഡോ അല്ലെങ്കിൽ ഇത് നിയർ ബൈ ഏതെങ്കിലും എയർപോർട്ടിലോ തിരിച്ച്. പിന്നെ ഇത് ഹെവി ഫുള്ളി ലോഡഡ് ആകുമ്പോൾ ഇത് എയർപോർട്ടിൽ തന്നെ ഇറക്കാൻ വലിയ പാടാണ്. ഈ ഫുൾ ലോഡ്, ഫുൾ ഫ്യൂല്, പിന്നെ പാസഞ്ചേഴ്സ്, ഗാലി, അതൊക്കെ ആകുമ്പോഴേ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ റിട്ടേൺ ടു ലാൻഡ് ഇതേ എയർപോർട്ടിൽ. ശരി, താങ്കൾ തുടരുക. ഇപ്പോൾ